നമസ്കാരം. വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ വന്ന ശേഷം കേരളത്തിൽ അരങ്ങേറുന്ന നാടകങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കേരളത്തിൽ പ്രതിപക്ഷമുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അതുതന്നെയാണ് ധനകാര്യമന്ത്രിയായിരുന്ന ബാലഗോപാൽ പിണറായി വിജയനെ നേരെ കൈ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്താണ് ഒന്നും മിണ്ടാതിരിക്കുന്നത് മനുഷ്യ എന്ന് പറഞ്ഞത്. ഇത് സത്യമാണ്. കേരളത്തിൽ ഒരു പ്രതിപക്ഷം എന്നുള്ള സാധനമില്ല. CPM-നുള്ളിൽ അന്ന് മുതൽ തുടങ്ങിയതാണ് പൊരിഞ്ഞ പോരാട്ടം. അവർ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന പൊരിഞ്ഞ പോരാട്ടത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് പിണറായി വിജയനെ എങ്ങനെ പിടിച്ച് പുറത്താക്കാം, എങ്ങനെ MV ഗോവിന്ദനെ പിടിച്ച് പുറത്താക്കാം എന്നുള്ള ചർച്ചയാണെങ്കിൽ CPI ആണെങ്കിൽ CPM-നെതിരെ ആഞ്ഞടിക്കുകയാണ്. തങ്ങൾക്ക് പ്രതിപക്ഷ ഉപസ്ഥാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അതിനൊന്നും അവർ തയ്യാറല്ല. മറ്റു കക്ഷികൾ ഒക്കെ തന്നെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. നമ്മുടെ ശശീന്ദ്രനാണെങ്കിൽ പുതിയ ഒരു പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ കേരളത്തിലെ LDF എന്ന സംഭവം അടിച്ചു പിരിഞ്ഞ് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. വി.ഡി. സതീശനാകട്ടെ ഓരോ ദിവസം തോറും തൻ്റെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ജനപിന്തുണ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾ കൃത്യമായി പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി ഉണ്ട് കേരളത്തിൽ എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. മുമ്പ് കഴിഞ്ഞ ഭരണകാലത്ത് പിണറായി വിജയനെ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. അദ്ദേഹം ഇടയ്ക്ക് മിന്നൽ വേഗത്തിൽ 10-41 വണ്ടി പോലീസിന്റെ സഹായത്തോടെ യാത്ര ചെയ്യുന്നത് കാണാൻ പറ്റും. എന്നാൽ വി.ഡി. സതീശൻ അങ്ങനെയല്ല. ജനങ്ങൾക്ക് നേരിട്ട് കാണാം. അദ്ദേഹത്തിന് വീട്ടിലായിക്കോട്ടെ, അദ്ദേഹത്തിന് ഓഫീസിലായിക്കോട്ടെ, തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിലായിക്കോട്ടെ, മുഖ്യമന്ത്രി ഓഫീസിലായിക്കോട്ടെ, ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ കാണാൻ എത്തുന്നത്. ഒരു മടിയുമില്ലാതെ എല്ലാവരെയും കാണുകയാണ്. ഉമ്മൻചാണ്ടിയേക്കാൾ അദ്ദേഹം ഇങ്ങനെ ജനങ്ങളെ കാണുന്നതിൽ ഒരു മടിയും കാണിക്കാതെ എല്ലാവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു, കണ്ണീരൊപ്പാൻ ശ്രമിക്കുന്നു. ഇപ്പോഴിതാ CPM-നെ സംബന്ധിച്ചിടത്തോളം ഭരണം നഷ്ടപ്പെട്ട ശേഷം ഈ നമ്മുടെ സുധാകരനോടും അതേപോലെ V. കുഞ്ഞികൃഷ്ണനോടും T.K. ഗോവിന്ദനോട് ഏറ്റുമുട്ടി അവരുടെ മുന്നിൽ നാണം കെടുകയാണ്. ഇപ്പം ഏറ്റവും പുതിയ വന്ന G. സുധാകരൻ്റെ ഒരു പ്രസംഗം തന്നെ എടുക്കാം. അദ്ദേഹം പാർട്ടിയെ CPM-നെ പിണറായി വിജയനെ ഗോവിന്ദനെ ചവിട്ടി അരയ്ക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് CPM-ന്റെ നാവിൽ ആണി അടിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ആരെ പോലെ? യേശു ക്രിസ്തുവിനെ പോലെ. ഈ അടുത്ത കാലത്ത് അവിടെ ഉണ്ടായിട്ടുള്ള കാര്യം ആലപ്പുഴയിൽ പറഞ്ഞു കഴിഞ്ഞ് എന്തെങ്കിലും അദ്ദേഹം G. സുധാകരൻ പറഞ്ഞ് അദ്ദേഹത്തെ നേരിടുമെന്നാണ്. എന്നാൽ കൂടുതൽ ശക്തമായിട്ട് അദ്ദേഹം പൊതുരംഗത്ത് CPM-നെ പ്രത്യേകിച്ച് പിണറായി വിജയനെയും അതേപോലെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനെയും ചവിട്ടി അരയ്ക്കുന്നതാണ് കാണുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ വന്ന ഒരു പ്രസംഗം കേൾക്കാം. അതിൽ ക്ലിയറായി പറഞ്ഞാൽ ഗോവിന്ദനെ ഒന്നാകെ, ഗോവിന്ദൻ എന്ന് പറയുന്ന സാധനം ഒരു ബഫൂണാണ്, അദ്ദേഹം പാർട്ടിയെ നശിപ്പിച്ചേ പോകൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. CPM പ്രവർത്തകരെ കൊണ്ട് അദ്ദേഹം നാവിൽ ആണിയടിപ്പിക്കുകയാണ്. ആരെ പോലെ? യേശുസിനെ പോലെ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. നമുക്ക് ആ പ്രസംഗം കേൾക്കാം. ഒന്നും ചെയ്യാനില്ല. ആകെ 3 സ്റ്റേറ്റിലേ ഉള്ളൂ, 6 സീറ്റ്. വേറെ ഒന്നുമില്ല. എങ്ങനെ സംഭവിച്ചത്? 42 പാർലമെന്റ് സീറ്റിൽ 36 പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷമായിരുന്നില്ലേ? കോൺഗ്രസിന് 1-2, ത്രിപുരയിൽ 2-2, 52 മുതൽ 2014 വരെയുള്ള ഇലക്ഷനിൽ 2 പാർലമെന്റ് സീറ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ആദ്യം ഒന്നായിരുന്ന പാർട്ടി, പിന്നെ CPM. ഒറ്റ സീറ്റുമില്ല. ഇപ്പൊ BJP കൊണ്ടുവരുന്നുണ്ട്. എവിടെയെങ്കിലും ഉണ്ടോ? അപ്പൊ അഖിലേന്ത്യാ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ പോയാൽ ഒരു ഇലക്ഷനൂടെ കഴിഞ്ഞാൽ പാർട്ടിയുടെ അംഗീകാരം പോയി, കൊടിയും മടിയെല്ലാം അങ്ങ് പോകത്തില്ലയോ? ചിഹ്നമൊക്കെ അങ്ങ് പോവില്ലയോ? പറ. ഇതേപ്പറ്റിയാണ് ചിന്തിക്കേണ്ടത്. ഞങ്ങളൊക്കെ ഇവിടെ കോൺഗ്രസുകാർ പോലും അങ്ങനെ സംഭവിക്കരുതെന്ന് ചിന്തിക്കുന്നപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കണം. ഞങ്ങളിത് ശരിപ്പെടുത്തുകയാണെന്ന് പറഞ്ഞു കിടക്കുന്ന അമ്പലപ്പുഴ ഏരിയയിലെ ഷാബ്ജിമാരെ, നിങ്ങളോട് ഞാൻ എന്ത് പറയാനാണ്? നിങ്ങളൊരുപാട് എന്നെ നാക്കിറക്കണം, ആണി അടിക്കണം. ആണി അടിച്ചു കൊന്നത് യേശുക്രിസ്തുവിനെയാണ്. ഞാൻ യേശുക്രിസ്തു ഒന്നുമല്ല. യേശുക്രിസ്തുവിന്റെ പാദം കഴുകി വെള്ളം കുടിക്കാനുള്ള കഴിവേ എനിക്കുള്ളൂ. അപ്പോ നിങ്ങൾ പറഞ്ഞു എന്റെ നാക്കിൽ ആണി. നാക്കാണ് എന്റെ ബലം. എനിക്കാണ് പൊക്കമില്ല, അല്ലേ? ഇല്ല. പൊക്കമുള്ളവരുടെ മുമ്പ് നിൽക്കുമ്പോൾ ഞാനൊക്കെ ചെറുതായിരുന്നു. അതാണ് അവന് പൊക്കമില്ലാത്തവരെ അന്വേഷിച്ച് കിടക്കാൻ ഞാൻ. മനസ്സിലായല്ലേ? എന്റെ നാക്കിൽ ആണി അടിക്കണം. പരിഷ്കൃത ലോകത്തിൽ പറയുകയാണ്. ഇത് കാടൻ നിയമമല്ലേ? പല്ലിന് പല്ലേ, കണ്ണിന് കണ്ണേ എന്നൊരു നീതിന്യായം ഉണ്ടായിരുന്നു ഇരുണ്ട കാലഘട്ടത്തിൽ, മധ്യനൂറ്റാണ്ടിൽ. കണ്ണിന് കണ്ണേ, പല്ലിന് പല്ലേ. ഈ 21-ാം നൂറ്റാണ്ടിൽ CPM-ന്റെ സെക്രട്ടറി പറയുകയാണ് ആണി അടിക്കുന്നത് നാക്കിന്. അദ്ദേഹത്തിന്റെ പാർട്ടി ഓഫീസിൽ ആണി ഫാക്ടറി ഉണ്ടോ? ഇതിന് മാത്രം ആണി അടിക്കാൻ. അവിടെ ഒരു ആണി ഫാക്ടറി ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. അത് പ്രവർത്തിക്കുന്നില്ല. നമ്മളോട് നാണമില്ലേ? സെക്രട്ടറി സ്ഥാനത്ത് മാറ്റണ്ടേ? ഈ പാർട്ടിയിൽ ആരെങ്കിലും ചേരുമോ?
ആരെങ്കിലും, ഞാൻ ഒരുപാട് സ്ത്രീകൾ വന്നിരിക്കുന്നു ഈ സമ്മേളനത്തിൽ, വളരെ സന്തോഷകരമാണ്. ആരെങ്കിലും ചേരുവോ? എനിക്കെതിരായി ഇതോടെ ഭയങ്കര പ്രകടനം. 98 പേരുണ്ടായിരുന്നു. 98 പേരെ വെച്ചോണ്ട് 3.5 മണിക്കൂർ മുൻ MLA, മുൻ ഏരിയ സെക്രട്ടറി മാറി മാറി പുസ്തകം തെറിയും ചീത്തയൊക്കെ പറയുകയാണ്. കേട്ടവരെല്ലാം ഇനി ഒരിക്കലും അവർ വോട്ട് ചെയ്യത്തില്ല എന്ന് തൂക്കുളത്താൽ മുഴുവൻ തീരുമാനിച്ചിരിക്കുക. ഞാൻ പ്രസംഗിച്ചാൽ മതി ഇല്ലേ? അതല്ലേ ഉണ്ടായത്? 3 ആഴ്ചക്ക് മുമ്പ് മഹിളാ പ്രസ്ഥാനത്തെ രംഗത്തിറങ്ങി ഒരുത്തിയെന്ന് ഞാൻ പറഞ്ഞു. ഒരുത്തിയെന്ന് പറയാൻ പാടില്ല. ഒരുത്തി എന്നൊരു പുസ്തകം തന്നെയാണ്, പ്രശസ്തമായ ഒരു പുസ്തകം. ഒരുത്തി എന്നൊക്കെ പറയും. ഷീ ഹി എന്നുള്ളതിന് മലയാളമാണ് ഒരുത്തൻ. അത് വലിയ ആക്ഷേപമായി പോയി. മഹിളാ അസോസിയേഷനിലെ സ്ത്രീ നേതാക്കന്മാർക്ക് ഭയങ്കര ആക്ഷേപമായി പോയി. തമ്പുരാട്ടി, കുഞ്ഞമ്മ എന്നൊക്കെ വിളിക്കണം, അല്ലെങ്കിൽ ഇഷ്ടമല്ല. ഒരു പ്രകടനം 12 പേരുണ്ടായിരുന്നു. 12 പേര്. ഈ നേതാക്കന്മാരല്ലാതെ ഒരൊറ്റ സ്ത്രീ അതിൽ പങ്കെടുത്തില്ല. 2 മുൻ മുനിസിപ്പൽ കൌൺസിലർമാർ, സൗമ്യരാജ്, ജയമ്മ, മഹിളാ അസോസിയേഷന്റെ പഴയ ജില്ലാ സെക്രട്ടറി നമ്മുടെ മാരാരിക്കുളത്തെ രാജേശ്വരി, ഇപ്പോഴത്തെ സെക്രട്ടറി ആ മാരാരിക്കുളത്തെ വേറൊരു മഹിളാരത്നം, ഒരു മായ, പഴയ NGO യൂണിയന്റെ കൌൺസിലറായതൊക്കെ ഇപ്പോഴാ. ഇവിടെ ഈ മെഡിക്കൽ കോളേജിലെ വഴക്കുണ്ടാക്കി നടന്ന അവർ NGO യൂണിയൻ പ്രവർത്തകർ അറിയത്തില്ല. അന്ന് അവർ എന്റെ അടുത്ത് വരുമായിരുന്നു. NGO യൂണിയൻകാരിയായി അവരും ഉപദ്രവിക്കുന്നു. പോട്ടെ, ഈ 5 പേര് എന്തൊക്കെയാ വിളിച്ചത്? പട്ടി, നായ, കുരങ്ങ്, ഞാൻ വിളിച്ചത് മുദ്രാവാക്യമാണ്. പട്ടി 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 വിളിക്കുകയാണ് മുദ്രാവാക്യം. എനിക്ക് ചിന്തിക്കാൻ കഴിയുമോ സ്ത്രീകളുടെ വായിൽ നിന്ന് ഇങ്ങനെ വരുന്നത്? സ്ത്രീകളെ കൊണ്ട് ഇത് വിളിപ്പിക്കുകയാണ്, അവരുടെ അന്തസ്സ് കെടുത്തുകയാണ്. അതുകൊണ്ടെന്താ എല്ലാവരുടെയും പേരിൽ FIR ആയതായിരുന്നു പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു. എല്ലാവരും പോലീസ് സ്റ്റേഷൻ പോകേണ്ടി വരും, ജാമ്യം എടുക്കേണ്ടി വരും, പല കാര്യമുണ്ടോ? ഇതാണ് CPM-ൽ നല്ല സ്ത്രീകളെ കൊണ്ടുപോയി വഷളാക്കി അവരെ കേസിൽ പ്രതിയാക്കുന്ന നേതൃത്വമാണ്. അതാണ് പൊളിറ്റിക്കൽ ക്രിമിനലുകളുടെ നേതൃത്വം. ഓരോന്നാണ്ട് പറഞ്ഞാൽ തീരത്തില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം നന്നാവ്, സ്വയം നന്നാവ്, ഉള്ള സ്ഥാനം നഷ്ടപ്പെടാതെ നോക്ക്, തിരിച്ചു വരാനും നോക്ക്. ഇവിടെ ഉദ്ഘാടകം പറഞ്ഞല്ലോ, ആശയപരമായി ഫൈറ്റ് ചെയ്ത് തിരിച്ചു വാ. അത് പറയുന്നതിന് വിരോധിക്കുന്നത് എന്തിനാ? ഇന്നലെ ഇവിടെ ഒരു കരിങ്കല്ല് തോടിന് കെട്ടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഒരു ചെറിയ പരിപാടി, 50 പേരേ ഉള്ളൂ, സ്ത്രീകളാണ്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഉടനെ എന്റെ പേര് വെച്ചില്ല അത് ഒരാളൊരു വേണം. ആരുടെ പേര്? ഞാനാണ് പേര് വന്നത്. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഉടനെ ഇപ്പുറത്തുനിന്ന് വേറൊരാള് രാഷ്ട്രീയം പറയുന്നതൊക്കെ ഞങ്ങൾക്കറിയാം. ഞാൻ അതും മിണ്ടാൻ പോയി. ആരും സപ്പോർട്ട് ചെയ്തില്ല, അവിടെ തന്നെ ഇരുന്നു. പക്ഷെ പത്രക്കാരെന്താ എഴുതി? D. സുധാകരന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി. ആ പണി ഇപ്പൊ ആരാ ചെയ്യുന്നത്? പത്രക്കാർ. ഓക്കെ, പത്രക്കാരായ ചില ആളുകളുടെ തോന്നിയവാസന ആ പത്രധർമ്മം ബലികഴിച്ചുകൊണ്ട് ഈ പൊളിറ്റിക്കൽ ക്രിമിനലുകൾക്ക് വേണ്ടി പിന്തുണങ്ങിയാണ്. എന്റെ സമ്മേളനമൊന്നും ആരും തടസ്സപ്പെടുത്തിയില്ല. അവിടെ ഇരുന്ന ഒരാൾ പോലും ഗവനിച്ചില്ല. ആമിദക്കായാണ് അവരെ ഉപദേശിക്കാൻ വേണ്ടി പോയത്. ഞാൻ പറഞ്ഞു വേണ്ടാവില്ല, നന്നാവില്ല, ഇനി പോരാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? ഇനി പോരാൻ പറഞ്ഞു. അല്ലെ അവരെ അടിച്ചെന്ന് പറഞ്ഞ് വേണേ നടക്കരുത്. മനസ്സിലായില്ലേ? അപ്പൊ അദ്ദേഹം ഇനി പോന്നു. ഇതാണ് സ്ഥിരം. പത്രത്തിൽ എന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയെങ്കിലും D. സുധാകരൻ പ്രസംഗം തുടർന്നു. എങ്ങനെയുണ്ട് പത്രം? ഒരു പത്രക്കാരനും അവിടെയില്ല, ഒരു ടെലിവിഷൻകാരനില്ല. ഈ തരത്തിലാണ് വാർത്തകൾ. മനസ്സിലായോ? അഴിമതിക്കാരെ സംരക്ഷിക്കാനും അഴിമതിക്കെതിരെ പൊരുതുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും നേതാക്കന്മാരെയും പ്രവർത്തകരെ അവമാനിക്കാനും പത്രങ്ങളിൽ കയറിയിരിക്കുന്ന സുഹൃത്തുക്കളെ അതങ്ങ് അവസാനിപ്പിക്കുക, സത്യവും നീതിയൊക്കെ എഴുതി പിടിപ്പിക്കുക. ഈ രാജ്യത്ത് ഞങ്ങൾ എന്തു പറഞ്ഞാലും ജനങ്ങൾ കേൾക്കും. എഴുതുന്ന പത്രങ്ങൾ വേറെയുണ്ട്. ഇവിടെ ഇല്ലെങ്കിൽ വെളിയിൽ നിന്ന് ഞങ്ങൾ വരുന്ന പത്രക്കാരെ, മറ്റു ജില്ലക്കാരിലൂടെ വരും. അതൊന്നും വേണ്ട. ഇവരൊന്നും ശരിയാവാൻ പോടില്ല. ശരിയാവണമെങ്കിൽ തിരുത്തണം, അത്രയേ ഉള്ളൂ. എല്ലാവരും അതേ പറയുന്നുള്ളൂ. പാർട്ടിയുടെ രക്തസാക്ഷികളുടെ പാർട്ടിയാണ്. ഒരു രക്തസാക്ഷി ദിനത്തിൽ 27-ാം തീയതി വയലാറിലേക്ക് പുന്നപ്രയിൽ നിന്നും ഈ ദീപശിഖ പോകുന്ന ദിവസം, ദീപശിഖ കൊടുത്തത് ഞാനാണ്. PS ഇല്ല, PS വയ്യാതെ വന്നപ്പോൾ കഴിഞ്ഞ വർഷം പറഞ്ഞ ഞാനാണ് കൊടുത്തത്. ഇനിയിപ്പോൾ ഞാൻ കൊടുത്തില്ല. പിന്നെ നമ്മളെ വിളിക്കത്തില്ല, വിളിക്കാൻ ഞാൻ അവരുടെ ഇതിന് പുറത്തുമില്ല. അപ്പോ വിളിക്കത്തില്ലല്ലോ. ആ ദിവസം ഒരു പോസ്റ്റ് വന്നു. ഈ സ്കൂളിൽ കഴിഞ്ഞ ദിവസം അനാവശ്യമായി വഴക്കും വക്കാണവും ഉണ്ടാക്കാമെന്ന ആളിന്റെ പോസ്റ്റാണ്. ഞങ്ങളുടെ പഴയ ഒരു സഖാവിന്റെ മകനാണ്. ഈ വലിയ ബഹുമാനമുണ്ടായിരുന്ന ഒരു കുടുംബമാണ്. എന്താ? CPM-യുമായുള്ള എല്ലാ ബന്ധവും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നത് കൊള്ളരുതാത്ത പാർട്ടിയാണ്. അപ്പൊ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്, ഇപ്പോഴും എഴുന്നേറ്റ് വരിക. അത് അപ്പൊ അദ്ദേഹം പാർട്ടിയുടെ വക്താവായിട്ടാണ് ഇവിടെ വന്നിട്ട് നമ്മളെ ചോദ്യം ചെയ്തത്.
എന്നൊരു ആത്മാർത്ഥതയാണ്. ഈ പോസ്റ്റ് ഇട്ടതല്ലേ ഞാൻ പാർട്ടിയുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് പാർട്ടി വിടുന്നു എന്ന് ഫേസ്ബുക്കിൽ ലോകത്തെ മുഴുവൻ അറിയിച്ചയാള് ആരാണ്? അദ്ദേഹത്തെ മഹ്മൂദ് സബുക്കി ഈ പാർട്ടിയുടെ മെമ്പറാക്കിയത് വീണ്ടും ആരാണിത്? ഇതാണ് രാഷ്ട്രീയം. ഈ പിത്തലാട്ടമൊന്നും ഇവിടെ നടക്കില്ല. ആശയപരമായ സമരം, രാഷ്ട്രീയമായ സമരം, സംഘടനാപരമായ നമുക്ക് നടത്താം. അങ്ങനെ നടത്തിയാൽ CPM അവശേഷിക്കുന്ന ശക്തിയെങ്കിലും ഉണ്ടാവും. ഉടനെ ഉയർത്തെഴുന്നേൽപ്പില്ല. കാരണം ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തിയും ഇന്ന് അതിനകത്തില്ല. ആത്മാർത്ഥമായിട്ട് എനിക്കറിയാമില്ല, ഇവരെയില്ല, ഒരൊറ്റയാള് പോലുമില്ല. CPMന് ആളെ കൂട്ടാൻ കഴിയുന്ന ഒരൊറ്റ പ്രവർത്തകൻ ഈ ജില്ലയിലില്ല. പിന്നെ ഗോവിന്ദമാഷ് വന്നാൽ ആള് കൂടുമായിരിക്കും, പിരിയായിരിക്കും, നിങ്ങൾ തന്നെ കഴിഞ്ഞാൽ മതി. വരുന്ന അദ്ദേഹമാണല്ലോ. പിന്നെ വെറുതെ പിണറായി വിജയൻ സാഹിബിനെ കൊണ്ടുവന്ന് വെറുതെ ചീത്തയാക്കുക. അതല്ല മനുഷ്യനെ. ഒത്തിരി കഷ്ടപ്പെട്ടതായി പാർട്ടിക്ക് വേണ്ടി. ഇതൊന്നും എനിക്ക് പറയാം, എനിക്ക് നന്ദിയുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ചെറ്റയെന്നൊക്കെ വിളിച്ചാൽ ഞാൻ മറുപടി കൊടുത്തു. അതുപോലെ പ്രത്യയശാസ്ത്രപരമായ മറുപടി കൊടുത്തു. അതൊക്കെ അദ്ദേഹത്തിന് വന്നിരിക്കുന്ന മാറ്റമാണ്. നാളെ മറ്റന്നാളെ വീണ്ടും വരുന്നുണ്ട്. അദ്ദേഹത്തെ ഒന്ന് ഉപയോഗിച്ചോ. നാളെ അദ്ദേഹത്തിന് പ്രായമായി, എനിക്കും പ്രായമായി, നമുക്ക് ഓരോന്നും പ്രായം. അദ്ദേഹത്തെ ഒന്ന് ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. സ്വൈര്യമായിട്ട് വിടണം. ദീർഘകാലം ജീവിച്ചിരുന്ന് ഈ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കട്ടെ. അങ്ങനെയല്ലവരെ ഉപയോഗിച്ച് നശിപ്പിക്കുക. അദ്ദേഹത്തിന് പേരുദോഷം ഉണ്ടാക്കുക. ഇത്തരത്തിലുള്ള ഒരു വലയത്തിനുള്ളിൽ ഒരു നേതാവും പെടാൻ പാടില്ല. CPMന് ആലപ്പുഴ ജില്ലയിൽ ഒരു ഭാവിയുമില്ല എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിലയിരുത്തുന്നു. അതാണ് ഞാൻ കാണുന്നത്. കേരളത്തിൽ ഓരോ ജില്ലയിലും സ്ഥിതി അനുസരിച്ചിരിക്കുക. എന്നാലും ഇപ്പൊ കണ്ണൂരിൽ പോലും 5 സീറ്റ് തോറ്റും. കണ്ണൂരിൽ പോലും തോറ്റും 5 സീറ്റ്. പാലക്കാട് തോറ്റും 6 സീറ്റ്. അതൊക്കെ തോക്കാത്ത സ്ഥലമാണ്. അപ്പൊ സ്നേഹമുള്ളവരെ, ഇത്രയും വിശദീകരിക്കാൻ അവസരം കിട്ടിയത് വലിയ ഭാഗ്യമാണ്. ഇതൊക്കെ പറയണ്ടേ ആൾക്കാരോട്? എന്താണ് അവിടെ നടന്നതെന്ന് പറയണ്ടേ? അതാണ് അവിടെ കുഴി കുഴിച്ച് മണ്ണെടുത്തോട് കംപ്ലീറ്റ് വെള്ളമായിരുന്നു. കലക്ടർ പോലും അറിയാതെ സ്കൂളിന് അവധി കൊടുക്കാൻ അവകാശമുണ്ടോ? ആ ഹെഡ്മിസ്ട്രസും ഈ PTA കൂടെ ചേർന്നിട്ട് കലക്ടർ അറിയാതെ സ്കൂളിന് അവധി കൊടുത്തു. കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് അങ്ങോട്ട് മാനക്കണ്ടല്ലേ മണ്ണടിച്ചോണ്ട് പോയി. ഇന്നിപ്പോ നോക്ക്, വെള്ളമെല്ലാം പറ്റി. പമ്പ് ചെയ്ത് വെള്ളം പറ്റിക്കായിരുന്നു. എന്നിട്ട് അവിടെ കുഴിയിലെല്ലാം മണ്ണിട്ടിട്ടുണ്ട്. എന്തായാലും CM ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു അന്വേഷണ കമ്മീഷൻ വെക്കുന്നുണ്ടല്ലോ, അവരന്വേഷിക്കട്ടെ. എല്ലാവരും മൊഴി കൊടുത്തോണം. എല്ലാ കാര്യങ്ങളും കൊടുക്കണം. റെക്കോർഡായിട്ട് എന്റെ കയ്യിലുണ്ട് കടലാസ്. ആ കടലാസ് എനിക്ക് തന്നാണ്. അതെല്ലാം അവിടെ കൊണ്ട് കൊടുക്കണം. അയാളെ അടിച്ചു എന്റെ മുമ്പിൽ വെച്ച്. അടിച്ചയാൾ താഴെ വീണു. താഴെ കിടന്നുകൊണ്ട് അയാൾ കാല് മുന്നോട്ട് നീട്ടിയപ്പോൾ CMC ചെയർമാന്റെ പള്ളയ്ക്ക് കൊണ്ടത് അയാളെ വിറ്റാണ്. അയാളെ വിറ്റാലല്ലോ. അയാൾ നിരത്ത് കിടന്നുകൊണ്ടാണ് ചവിട്ടുന്ന കാല് മുന്നോട്ട് നീട്ടി. ഇയാളുടെ പള്ള കുറച്ച് വലുതായതുകൊണ്ട് അവിടെ കൊണ്ടു. സത്യമല്ല, ഞാനിത് കണ്ടോണ്ടിരിക്കുക. ഞാൻ എഴുതാനും പടിഞ്ഞാറ് വശമാണത്. മനസ്സിലായില്ലേ? അടിച്ച് താഴെ ഇട്ടെന്ന് ആ സ്കൂളിന് യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു പഞ്ചായത്ത് മെമ്പർ വന്നു അതിനകത്ത്. മനസ്സിലായില്ലേ? അത് ഗൗരവമായി നിയമ പോലീസ് അടക്കം പോലീസ് 5 പോലീസ് അവിടെ ഒരു തെളിവും വേണ്ട. അവർ കണ്ടോണ്ടിരിക്കാല്ലേ? ഞാൻ ഇറങ്ങുമ്പോൾ 5 പോലീസുകാരുടെ ഇവിടെ വന്നല്ലേ വെളിയിലോട്ട്. നിങ്ങൾ എന്താണ് ചെയ്യുക? പോലീസിന്റെ ജോലി എന്താ? പരാതിയൊന്നും വേണ്ട. അഡ്മിനിസ്ട്രേറ്റീവ് കേസെടുക്കാം, ഓൺ ദ സ്പോട്ട് കേസെടുക്കാം. ആരും പരാതി തരേണ്ട കാര്യമല്ല. പരാതി ഉണ്ട്. എന്റെ അടക്കം പരാതി മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട്. അദ്ദേഹം അത് വേണ്ട പോലെ ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുത്തു, ആഭ്യന്തര മന്ത്രിക്ക് കൊടുത്തു, ലോക്കൽ ബോഡീസ് മിനിസ്റ്റർക്ക് കൊടുത്തു, സ്പീക്കറിനും കൊടുത്തു. കാരണം എന്റെ അവകാശം ഒരു സ്കൂൾ പോയി പരിശോധിക്കാനുള്ള എന്റെ പ്രിവിലേജ് ഇവര് ബലം പ്രയോഗിച്ച് തടയാൻ ശ്രമിക്കുകയും എന്നോട് അനാവശ്യം പറയുകയും ഒക്കെ ചെയ്തത് എന്റെ അവകാശങ്ങളെ ലംഘിക്കുന്നതാണ്. നിയമസഭയുടെ കൂട്ടിൽ കയറ്റി മാപ്പ് പറയും. അന്വേഷണ ചരിക്ക് നടന്നാൽ നിയമസഭയുടെ കൂട്ടിൽ കയറ്റി മാപ്പ് പറയും. അതാണ് അതിന്റെ ശിക്ഷ. അറിയാത്തതുകൊണ്ടാണ്, കുട്ടികളെയല്ല.